കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് UDF സർക്കാരിനും കീറാമുട്ടിയാകുന്നു. മന്ത്രിയും MLAയും രണ്ട് തട്ടിൽ. ബസ് ടെർമിനൽ പൊളിക്കണമെന്ന് ആവർത്തിച്ച് MLA വീണ്ടും വിദഗ്ധ സംഘം പരിശോധിക്കട്ടെയെന്ന് മന്ത്രി. കോഴിക്കോട് മാവൂർ റോഡിലെ KSRTCയുടെ കണ്ണായ സ്ഥലം, കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം. പക്ഷേ ഇതിങ്ങനെ നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പുതുതായി വന്ന UDF സർക്കാരിന് മുന്നിലും കീറാമുട്ടിയാവുകയാണ് ഈ ബസ് ടെർമിനൽ കോംപ്ലക്സ്. മാത്യു ടി തോമസ് ഗതാഗത മന്ത്രിയായ കാലത്താണ് KSRTCയുടെ ഭൂമിയിൽ KTDFC BOT അടിസ്ഥാനത്തിൽ ബസ് ടെർമിനൽ കോംപ്ലക്സിന് തറക്കല്ലിട്ടത്. പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയത് 2015 UDF സർക്കാരിൻ്റെ കാലത്തും. ബസ് കയറാത്ത ബസ് ടെർമിനൽ എന്ന തുടക്കത്തിൽ തന്നെ ചീത്തപ്പേരും വീണു. പിന്നീട് ബലക്ഷയമെന്ന് പഠനം കൂടെ വന്നതോടെ പദ്ധതി മൊത്തത്തിൽ പാളി. ഇപ്പോൾ കെട്ടിടം പൊളിക്കണമെന്ന നിലപാടിലാണ് സ്ഥലം MLA. എല്ലാം ചേർത്ത് 72-78 കോടിക്ക് പൂർത്തിയായത്. ആ പദ്ധതി ഇനി ഓപ്പറേഷണൽ ആവണമെങ്കിൽ, ആ ബസ് ടെർമിനൽ ഓപ്പറേഷണൽ ആവണമെങ്കിൽ 3 കൊല്ലം മുമ്പുള്ള മദ്രാസ് IITയുടെ പഠനം പറയുന്നത് 35 കോടി ചെലവഴിക്കണം. ഒരു ഷെൽട്ടറിനകത്ത് ബസ് കയറി പോകുന്നതിലപ്പുറത്ത് ആ ബിൽഡിങ്ങിനകത്ത് കാര്യമായ ഓപ്പറേഷൻസ് നടക്കുന്നില്ല. അവിടെ ആകെ നടക്കുന്നത് അതിപ്പോൾ ഒരു സ്വകാര്യ ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട് നടത്തുവാൻ. അവർക്കൊരു 10-20 ലക്ഷം രൂപ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതൊരു രൂപ പോലും KSRTCക്ക് ലഭിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം. ആ ബസ് ടെർമിനൽ KSRTC ടെർമിനലും വെച്ച് മുന്നോട്ട് പോകാൻ സാധ്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. KSRTC ടെർമിനലിൻ്റെ നിർമ്മാണത്തിലെ അപാകത പഠിക്കുന്നതിനായി ഇതിനകം തന്നെ വിവിധ സംഘങ്ങളാണ് വന്നു പോയത്. പക്ഷേ ഇപ്പോഴും മന്ത്രി പറയുന്നത് ഇനിയും പഠനം നടത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാനൊരു ബിൽഡിംഗ് കണ്ടിട്ട് അത് പൊളിക്കണമെന്ന് പറയാൻ മാത്രമുള്ള വിവരം എനിക്കുണ്ടോ? അത് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് അതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയുന്നത്. ബസ് ടെർമിനലിൻ്റെ മേൽക്കൂര അടർന്നു വീഴലും പരിക്കേൽക്കലും വെള്ളക്കെട്ടുമെല്ലാമായി ബഹുനില കെട്ടിടം വീണ്ടും ചോദ്യചിഹ്നമായി അങ്ങനെ നിൽക്കുകയാണ്. 2021 KTDFCയുമായി കരാർ ഒപ്പിട്ട ശേഷം ബലക്ഷയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ആലിഫ് ബിൽഡേഴ്സ് വാടകയും നൽകുന്നില്ല. KTDFCയോ കരാർ കമ്പനിയോ ആരാണ് ബലക്ഷയം പരിഹരിക്കേണ്ടതെന്നതാണ് തർക്കം. ബലക്ഷയം പരിഹരിക്കുന്നത് വരെയുള്ള വാടക ഒഴിവാക്കി നൽകണമെന്ന ആവശ്യം നിയമതർക്കത്തിലാണ്. കഴിഞ്ഞ 10 വർഷം ഭരണത്തിലിരുന്നിട്ടും ബസ് ടെർമിനലിന് ശാപമോക്ഷം നൽകാൻ ഇടതുപക്ഷം ഒന്നും ചെയ്തില്ല. ആർക്കു വേണ്ടി എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നറിയാത്ത ഇത്തരം അനാഥ കെട്ടിടങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായുണ്ട്. നിയമപ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും എല്ലാം മറികടന്ന് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ ആര് മുൻകൈയെടുക്കുമെന്നതാണ് ചോദ്യം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.